പണ്ടൊക്കെ ഉണ്ടല്ലോ, മീൻകറി എന്ന് പറയുമ്പോൾ തന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അതും മത്തിക്കറി, അയിലക്കറി ഇതൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം മത്തിക്ക് നല്ലൊരു വൃത്തികെട്ട സ്മെല്ലാണല്ലോ. വീട് മൊത്തം മണമാവും, കയ്യിൽ മണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിറയെ മുള്ള്. ഈ മത്തി, അയില ഇതിലൊക്കെ നിറയെ മുള്ളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് നമ്മുടെ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങുമ്പോൾ ഈ ചെറിയ മീനൊക്കെ നമ്മളെപ്പോലുള്ള ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ പാവങ്ങളൊക്കെ വാങ്ങിക്കുന്ന മീനായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാനത് ഭയങ്കരമായിട്ട് കഴിക്കില്ലായിരുന്നു. വറുത്ത മീൻ കഴിക്കും, അതും ഈ മുള്ളില്ലാത്തത്. നമ്മൾ ഈ സിനിമാ നടിമാർ നടന്മാരൊക്കെ കഴിക്കുന്നത് വലിയ വലിയ മീനുകളും നടുവിൽ മറ്റേ ഒരു വലിയ മുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മത്തിയോടൊക്കെ ഒരു ചെറിയ ഇഷ്ടമില്ലായ്മയായിരുന്നു. ചെറുതല്ല, വലിയൊരു ഇഷ്ടമില്ലായ്മ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പണക്കാർ കഴിക്കണ മീനാണ് നമ്മളും കഴിക്കണ്ടേന്നുള്ളൊരു തോന്നലൊക്കെ കുട്ടിയാകുമ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഇഷ്ടമല്ലാത്ത ഒന്നായിരുന്നു നാട്ടിലുള്ള സമയത്ത് കേട്ടോ. പിന്നെ ഇവിടെ വന്ന സമയത്ത് അത് മാറിക്കിട്ടി. ഇവിടെ നമ്മൾ എല്ലാ വീക്കും ചിക്കൻ മാത്രമാണ് കഴിക്കാറുള്ളത്. ചിക്കൻ വാങ്ങിക്കും, വീക്ക്ലി വൺസ് ചിക്കൻ വാങ്ങിക്കും, കറി ഉണ്ടാക്കും. എല്ലാ വീക്കും ചിക്കൻ്റെ വെറൈറ്റീസ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ചിക്കൻ മാത്രമായിട്ട് നമുക്കത് മടുക്കാൻ തുടങ്ങി. എപ്പോഴും ചിക്കൻ. ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലല്ലോ, കാരണം നമ്മളുടെ മനസ്സിൽ മത്തിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഇവിടെ വന്ന് ഈ ചിക്കൻ കഴിച്ച് മതിയായപ്പോൾ ഈ ഗതി കെട്ട പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ശരി ഇനി ഫിഷ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം ഇവിടെ വന്നിട്ട് ഫിഷ് വാങ്ങിച്ചു കേട്ടോ. മത്തിയല്ല വാങ്ങിച്ചത്, വേറെ ഫിഷായിരുന്നു. പിന്നെ ഓക്കെ, കറി വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ഈ നടുവിലൊരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴായിരുന്നു കേട്ടോ മത്തി കണ്ടത്. എന്താ മത്തി വാങ്ങി നോക്കിയാലോ. നോക്കുമ്പോൾ മത്തി ഇവിടെ ചില്ലറക്കാരനല്ല. ഇവിടെ ഏകദേശം 1/2 കിലോ ഒരു 200 രൂപയുടെ അടുത്ത് വരും. നാട്ടിലത്തെ 200 രൂപ, ഇവിടുത്തെ ഒരു 7 ദിർഹം 8 ദിർഹം. നാട്ടിൽ 1/2 കിലോ 50 രൂപയ്ക്കും കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ വില അറിയില്ല. അപ്പോൾ 50 രൂപയൊന്നും നമുക്ക് ഒന്നുമല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമുക്കപ്പോൾ 200-300 രൂപയുടെയൊക്കെ മീനായിരിക്കും ആവശ്യം. ഇവിടെ പക്ഷേ മത്തിക്ക് തന്നെ 200 രൂപയാണ്. അങ്ങനെ 200 രൂപ കൊടുത്ത് മത്തി വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മത്തി ഒരു ചെറിയ മീനല്ലാന്ന്. മത്തി ദുബായിലൊരു ചെറിയ മീനല്ല. ഇവിടെ നമ്മൾ 200 രൂപയൊക്കെ കൊടുത്ത് 1/2 കിലോ മത്തി വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളും പണക്കാർ തന്നെയാണല്ലോ.